ഞാനിവിടെ അടുപ്പത്തൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1/4 കിലോ വെണ്ടയ്ക്കായ്ക്ക് ഒരു 6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നീളത്തിൽ കീറിയിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ തോരൻ കൂട്ടുമ്പം പച്ചമുളക് അറിയാതെ കടിക്കാൻ പാടില്ല. ഒരു വലിയ സബോള അരിഞ്ഞിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഈ തോരൻ അരിയുന്ന പോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സബോള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1/4 കിലോ വെണ്ടയ്ക്കയാണ് ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇത് അരിയാൻ. അല്പം പോലും വെള്ളം പാടില്ല. അതുപോലെ തന്നെ കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുന്നതും നന്നായിരിക്കും. വെണ്ടയ്ക്ക തോർന്ന് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ചാനൽ കാണുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇങ്ങനെ ഒരു മൺചട്ടി പച്ചക്കറി തോരനും ഒക്കെ വെക്കുന്ന ഒരു മൺചട്ടി ഉണ്ടെങ്കിൽ മറ്റ് പാനിനെക്കാട്ടൊക്കെ നല്ലത് ഇതേപോലെ ഒരു ചട്ടി ആയിരിക്കും. ഇത് അടച്ച് വയ്ക്കാതെ ഇതേപോലെ വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഇളുക്കലൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഇളുക്കലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം ഇത് ഇങ്ങനെ ഒന്ന് നടുക്കോട്ട് മാറ്റി വെച്ചിട്ട് ഒരു 1/2 മുറി തേങ്ങയുണ്ട്. ഇത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാപ്പീരയുടെ മേളിലോട്ട് വെച്ച് ഒന്ന് തട്ടിപ്പൊത്തി എടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ചെറു തീയിൽ 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. സബോളയ്ക്ക് ഉപ്പ് ചേർക്കുമ്പം ഒരല്പം മുന്നിട്ട്, അതായത് ഈ വെണ്ടയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പീരയ്ക്കും ഒക്കെയുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വെണ്ടയ്ക്ക ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. കണ്ടോ ഇങ്ങനെ പടപടാ കിടക്കുന്നുണ്ടോ? ഒട്ടും കുഴഞ്ഞു പോകാതെ ഇങ്ങനെ ഇരുന്നോളും ഇങ്ങനെ വെച്ചാൽ. അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും രേഖപ്പെടുത്തണം.